അഹ്ലുസുന്നയുടെ ആഗോള ജാലകം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സന്ദർശിക്കുക www.sunniOnlineClass.com. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി, ശോഭിതം KMIC. 15 നോമ്പിന് മറ്റു തെളിവുകളൊന്നുമില്ലെങ്കിലും അയ്യാമുൽ ബീദിന്റെ നോമ്പ് എന്ന നിലക്ക് സുന്നത്താണ്. അതിനു പുറമെ വഖദ് വറദൽ അംറു ബിസിയാമിഹി മിൻ ശഅബാന ബിഖുസൂസിഹി, ശഅബാൻ മാസം 15 അന്ന് പ്രത്യേകമായി നോമ്പ് നോൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വന്നിട്ടുമുണ്ട്. ആ അർത്ഥത്തില് അങ്ങനെയും ശഅബാൻ 15 നോമ്പ് സുന്നത്തുണ്ട് കൊണ്ട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമോടെ ഒന്നിച്ച് ഉറങ്ങുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഖത്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഞാൻ വിരിപ്പിൽ കാണാതെയായി. ഫഖറജ്തു, ഞാൻ പുറത്തിറങ്ങി നബി തങ്ങളെ അന്വേഷിച്ചു. അത് ശഅബാൻ 15 രാവാണ്. ഫൈദാഹുവ ബിൽ ബഖീഇ റാഫിയൻ റഅസഹു ഇലസ്സമാഇ, നബിതങ്ങൾ ബഖീയിൽ ജന്നത്തുൽ ബഖീയിൽ ചെന്ന് ആകാശത്തിലേക്ക് 2 കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കഴിയുന്ന സമയത്ത് തിരിച്ചു വീട്ടിലേക്ക് ഓടുകയും വിരിപ്പിൽ കിടക്കുകയും ചെയ്തു. നബിതങ്ങൾ തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ല ആയിഷ, നീ എന്താണ് കിടക്കുന്നത്, എന്താണ് നിന്റെ പ്രശ്നം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാത്ത സമയം പുറത്തിറങ്ങി, നിങ്ങൾ ജന്നത്തുൽ ബഖീയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടു ഞാൻ എന്നെ നിങ്ങൾ കാണണ്ട എന്ന നിലയിൽ തിരിച്ചോടിക്കിടന്നതാണ്. ആ ഓട്ടത്തിന്റെ കാരണമാണ് കിടക്കുന്നത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു ലൈലത്തൻ നിസ്ഫി മിൻ ശഅബാന ഇലാ സമാഇ ദുനിയ ഫയഗ്ഫിറു ലിഅക്സറ മിൻ അദദി ശൈരി ഗനമി കൽബിൻ. ഈ രാവ് ഉറങ്ങേണ്ട രാവല്ല ആയിഷ. ഇന്ന് ശഅബാൻ 15 രാവ്. മദീനയിൽ ഏറ്റവും വലിയ ഗോത്രക്കാരായിരുന്നു കൽബ് ഗോത്രക്കാർ. അവർക്ക് മദീനയുടെ ചെരുവുകളില്, മലഞ്ചെരുവുകളിൽ ധാരാളം ആടുകളുണ്ടായിരുന്നു. ആട് ബിസിനസ്സുകാരായ കൽബ് ഗോത്രക്കാരുടെ ആടുകൾക്ക് എത്ര രോമമുണ്ടോ ആ രോമത്തിന്റെ കണക്കനുസരിച്ച് ഒരാൾക്ക് ദോഷമുണ്ടെങ്കിലും ആ ദോഷം മുഴുവനും അള്ളാഹു ഈ രാത്രി ചോദിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അങ്ങനത്തെ രാവാണ് ആയിഷ ഈ രാവ് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയും അതുകൊണ്ട് ഈ രാത്രി ഹയാത്താക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ഹദീസ് ഇമാം അഹ്മദ് നബി റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ചുരുക്കത്തിൽ ശഅബാൻ 15 രാവിന് വലിയ പ്രത്യേകതയുണ്ട് എന്ന് മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് അയക്കുകയും ശഅബാനിന്റെ രാവിൽ സ്വർഗ്ഗത്തിലേക്ക് അയച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സ്വർഗ്ഗത്തിനെ ഭംഗിയാക്കാൻ പറയുമെന്നും, എന്നിട്ട് അല്ലാഹു ജിബ്രീലിനോട് പറയുന്നു, ഇന്നല്ലാഹ തആല ഖദ് അൽതക ഫീ ലൈലതിക ഹാദിഹി അദദ നുജൂമിസ് സമാ, ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെ എണ്ണമനുസരിച്ച് വഅദദ അയ്യാമിദ് ദുനിയ വലയാലിഹ, ഈ പ്രപഞ്ചത്തിലുള്ള രാവ് പകലുകളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് വഅദദി വറഖി ഷജരി വദിനത്തിൽ ജിബാൽ, കാടുകളിലും അതുപോലെ മറ്റുള്ള പ്രദേശങ്ങളിലുമുള്ള മരങ്ങളുടെ ഇലകളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് വഅദദി റിമാൽ, സമുദ്രതീരത്തിലുള്ള മണൽത്തരികളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് അല്ലാഹു തആല നരകത്തിന് വേണ്ടി കടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആളുകളെ സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ധാരാളം ആളുകൾക്ക് അള്ളാഹു ആദ്യം നരകം നിശ്ചയിച്ചവർക്ക് ഈ രാവിന്റെ മഹത്വം കൊണ്ട് ഈ രാവിൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം.
അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഈ രാത്രി അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇൻ കുൻത കതബ്ത ഇസ്മി ഫീ ദീവാനി സുഅദാ, അല്ലാഹുവേ നീ ഈ ദിവസം കുറെ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്, എന്നെ നീ വിജയികളുടെ കൂട്ടത്തിലാണ് നിശ്ചയിച്ചത് എങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ നിലനിർത്തി തരണേ. വഇൻ കുൻത കതബ്ത ഇസ്മി ഫീ ദീവാനിൽ അഷ്ഖിയാ, പരാജയികളുടെ കൂട്ടത്തിലാണ് എന്നെ നീ നിശ്ചയിച്ചതെങ്കിൽ ഫംഹു അന്നി ഇസ്മ ശഖാവ, ആ പരാജിതരുടെ ലിസ്റ്റിൽ നിന്ന് എന്നെ മായ്ക്കുകയും വഅസ്ബിത്നി ഫീ ദീവാനി സുഅദാ, നീ വിജയികളുടെ ഏടിൽ നിശ്ചയിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ട് എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. എന്നിട്ട് ആ ദുആയുടെ അവസാനം കാണാം ഫഇന്നക ഖുൽത വഖൗലുകൽ ഹഖ് യംഹുല്ലാഹു മാ യശാഉ വയസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. ഈ ശഅബാൻ 15ന്റെ രാവ് അല്ലാഹു മലക്കുകളിലേക്ക് ഒരു മനുഷ്യന്റെ ഒരു വർഷത്തെ കണക്കുകൾ ഏൽപ്പിക്കുമ്പോ അതിൽ ആ ഏടിൽ വെച്ച് ഇവൻ പരാജയികളുടെ കൂട്ടത്തിനാണെങ്കിൽ അത് മായിച്ചുകൊണ്ട് വിജയികളുടെ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് മലക്കുകളെ ഏൽപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ഈ രാവ് വല്ലാത്ത രാവാണ്. ഈ രാവിന്റെ മഹത്വം അത് കണക്കാക്കാൻ സാധിക്കാത്തതാണ്. അള്ളാഹുവിനോട് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരാനും പരാജയികളുടെ കൂട്ടത്തിൽ ആണ് പെടുത്തിയത് എങ്കിൽ അത് ച്ചുകൊണ്ട് നന്മയുടെ സുഹൃതം ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ പെടുത്തി തരാൻ പ്രത്യേകമായി ഈ രാവിൽ ദുആ ചെയ്യേണ്ടതുണ്ട്. ആയുസ്സിലും അതുപോലെ ഭക്ഷണങ്ങളിലും കുടുംബത്തിലും നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമൊക്കെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപകടങ്ങള് അതുപോലെ പ്രയാസങ്ങൾ അലാ മുബ്തലൻ, എന്തൊക്കെ പ്രയാസങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ, അത് ഈ രോഗം കൊണ്ടാവാം, കടങ്ങളെ കൊണ്ടാവാം, രേഖാപരമായ പ്രയാസങ്ങളെ കൊണ്ടാവാം, എല്ലാ പ്രയാസങ്ങളും ഈ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് ചോദിക്കുന്നവർക്ക് അല്ലാഹു തആല തീർത്തു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഓഫർ തന്നതാണ്. അതുകൊണ്ട് വലിയ ഓഫറുള്ള ദിവസമാണ്. നരകത്തിൽ നിന്ന് ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് ആളുകളെ മോചിപ്പിക്കുന്ന രാവാണ്. അതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് ഈ രാത്രി ഹയാത്താക്കുക. അല്ലാഹു തആല നമ്മെ ഇരു വീട്ടിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. ഉസ്താദെ, ഒരു ചെറിയ സംശയം ചോദിക്കാനുള്ളത്, ചെറുപ്പത്തിൽ കുറച്ച് ഫർദ് നിസ്കാരങ്ങൾ ഖളായി പോയിട്ടുണ്ട്. ആ ഫർദ് നിസ്കാരങ്ങൾ പോയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ രാത്രി അത് നിസ്കരിക്കലാണോ ഉത്തമം, അതല്ല ഈ സുന്നത്താക്കപ്പെട്ട തസ്ബീഹ് നിസ്കാരം അതുപോലുള്ള വലിയ വലിയ നിസ്കാരങ്ങൾ നിസ്കരിക്കലാണോ നല്ലത്? ഏതാണ് ഖൈറ് എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റേത് ഖളായി പോയത് ഖളാ വീട്ടാറുണ്ട്. എന്നാലും ഇന്നത്തെ രാത്രി ഏത് ചെയ്യലാണ് നല്ലത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ സഹോദരൻ ചോദിച്ചത്, ഇന്നത്തെ രാത്രി സുന്നത്തായ നിസ്കാരങ്ങളെ കൊണ്ട് രാത്രി ഹയാത്താക്കൽ സുന്നത്തുണ്ട്, നല്ലതാണ് എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഫർള് നിസ്കാരം ഖളാ ഉള്ളവര്, അത് ഇന്നത്തെ രാത്രി എന്ന് മാത്രമല്ല റമദാനിലാണെങ്കിലും മറ്റ് ഏത് ദിവസങ്ങളിലാണെങ്കിലും ഫർള് നിസ്കാരം ഖളാ ഉള്ളവര് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കാൻ, അതുപോലെ ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാനുള്ള ജോലി, തണ്ടാസിൽ പോവല്, ഇത്തരം മനുഷ്യന് അനിവാര്യമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി സമയങ്ങളൊക്കെ ഫർളായ നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ വേണ്ടി നീക്കിവെക്കണമെന്നും അതിനു പകരം അത് ചെയ്യാതെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കൽ ഹറാമാണ് എന്നും ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്വഉൽ മുഈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സഹോദരൻ പ്രത്യേകിച്ച് ഇന്ന് എന്ന് മാത്രമല്ല ഒഴിവ് സമയങ്ങളിലൊക്കെ ഫർളായ നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കേണ്ടതാവുന്നു.
അസ്സലാമു അലൈക്കും. അപ്പൊ ഉസ്താദെ, അപ്പം അങ്ങനെ നിസ്കരിച്ചാൽ ഇന്നത്തെ രാത്രിന്റെ പ്രത്യേകത, ഇന്നത്തെ രാത്രിക്ക് ഓരോ നിസ്കാരത്തിന് എത്ര കൂലിയാണ് കിട്ടുന്നത്? ആ കൂലി ഇപ്പൊ നമ്മൾ ഫർള് ഖളാ വീട്ടിൽ അതിനും കൂടെ കിട്ടുമോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വാജിബ് ചെയ്യുന്നതിന്റെ കൂലി നിങ്ങൾക്ക് കൂടുതൽ കൂലി കിട്ടുന്നതാണ്. സാധാരണ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ സുന്നത്തായ നിസ്കാരത്തിന്റെ കൂലിയാണ് ലഭിക്കുന്നത്. അതേസമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വാജിബായ അനിവാര്യമായ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആ കൂലി ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല വലിയ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഈ രാത്രിയിൽ അമലുകളെ കൊണ്ട് ശുഗലാവുകയും വ്യാപൃതരാവുകയും ഉറങ്ങാതിരിക്കുകയും അതുപോലെ ഗഫലത്ത് അശ്രദ്ധരാവാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേൽ നിർബന്ധമായ ബാധ്യത ഈ രാത്രി നിങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് ഈ രാത്രിയുടെ ഫളീലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതും നിങ്ങളുടെ നിർബന്ധം വീട്ടിയ കൂലി ലഭിക്കുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി ക്ലാസ് ഉള്ള ഉസ്താദുമാരോടും കേൾക്കുന്ന ഉസ്താദുമാരോടും സുഹൃത്തുക്കളോടും സഹോദരന്മാരോടും എല്ലാവരോടും എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടിയും ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഉസ്താദ്, ഈ തസ്ബീഹ് നിസ്കാരം കൂടുതൽ ആളുകൾ സാധാരണ ഈ സമയത്ത് നിസ്കരിച്ചു വരുന്നതാണ്, രാത്രി നിസ്കരിച്ചു വരുന്നതാണ്. അപ്പൊ ആ നിസ്കാരത്തിന്റെ റക്അത്തും അത് തസ്ബീഹ് ചൊല്ലന്റെ എണ്ണവും കൂടെ ഒന്ന് വിശദീകരിച്ചെങ്കിൽ വളരെ നന്നായിരുന്നു. ജസാക്കല്ലാഹു ഖൈർ, ഖൈറുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തസ്ബീഹ് നിസ്കാരം വളരെ പുണ്യമുള്ള നിസ്കാരമാണ്. അത് പകലും രാത്രിയും നിസ്കരിക്കാവുന്നതാണ്. 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. പകലാണെങ്കിൽ സലാം വീട്ടാതെ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് അഫ്ളല്. രാത്രിയാണെങ്കിൽ സലാത്തുൽ ലൈലി മസ്ന മസ്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഉള്ളതുകൊണ്ട് ഈ 2 റക്അത്തിൽ സലാം വീട്ടി 4 റക്അത്ത് നിസ്കരിക്കുകയാണ് അഫ്ളല്. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് വജ്ജഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, ഒരു സൂറത്ത് ഓതുക. ആ സൂറത്ത് അൽഹാഖു മുത്തകാസുർ എന്നുള്ള സൂറത്ത് ചൊല്ലാവുന്നതാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 15 പ്രാവശ്യം ചൊല്ലുക. തക്ബീറത്തിൽ നൃത്തത്തിൽ 15 പ്രാവശ്യം. എന്നിട്ട് റുക്കൂ ചെയ്യുക. റുക്കൂയിലുള്ള ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് 10 പ്രാവശ്യം ചൊല്ലുക. ഇഅ്തിദാലുള്ള ദിക്റിനു ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക. സുജൂദിലുള്ള ദിക്ർ ചൊല്ലിയതിനു ശേഷം 10 പ്രാവശ്യം നേരത്തെ പറഞ്ഞ തസ്ബീഹ് ചൊല്ലുക. ഇടയിലുള്ള ഇരുത്തം, അതിലുള്ള ദിക്ർ ചൊല്ലിയതിനു ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. പിന്നെ രണ്ടാമത്തെ സുജൂദിലും അതുപോലെ. ആ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എണീക്കുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞിട്ടൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിലൊരു 10 പ്രാവശ്യം. അങ്ങനെ വരുമ്പോ ഒരു റക്അത്തിൽ 75 തസ്ബീഹ് ആവും. അതുപോലെ രണ്ടാമത്തെ റക്അത്തിലും അപ്പോ 150 തസ്ബീഹ്. രാത്രിയാണെങ്കിൽ സലാം വീട്ടി പിന്നെ 2 റക്അത്ത് കൂടി മൊത്തം 300 തസ്ബീഹാണ് വരുന്നത്. ഇതില് അത്തഹിയാത്തിലുള്ള തസ്ബീഹ് അത്തഹിയാത്ത് ഓതുന്നതിന്റെ മുന്നേ ബാക്കിയുള്ളതൊക്കെ അതാതിലുള്ള ദിക്ർ ചൊല്ലിയതിനു ശേഷമാണ് ചൊല്ലേണ്ടത്. ഇനി അഥവാ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ആ തസ്ബീഹ് സാധാരണ നിർവഹിക്കാത്ത ഒന്നായതുകൊണ്ട് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതി തസ്ബീഹ് ചൊല്ലാൻ മറന്നു, 15 തസ്ബീഹാണ് ചൊല്ലേണ്ടത്, അത് ചൊല്ലാൻ മറന്ന് റുക്കൂയിൽ പോയാൽ റുക്കൂയിലുള്ള ദിക്ർ ചൊല്ലിയതിനു ശേഷം 10 തസ്ബീഹാണ് അതിലുള്ളത്. നൃത്തത്തിന്റെ 15 കൂട്ടിയ 25 തസ്ബീഹ് ചൊല്ലുക. അതേസമയത്ത് റുക്കൂയിൽ മറന്നു, എന്നാൽ ഇഅ്തിദാല് ചെറിയ ഫർളായതുകൊണ്ട് ഇഅ്തിദാലിൽ അതിന്റെ തസ്ബീഹ് മാത്രം ചൊല്ലി നഷ്ടപ്പെട്ടു പോയ തസ്ബീഹ് സുജൂദിൽ വീണ്ടെടുക്കാവുന്നതാണ്. അതുപോലെ ഇടയിലുള്ള ഇരുത്തം, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, അവിടെയുള്ള ചെറിയ സമയങ്ങളിലൊന്നും മുമ്പ് നഷ്ടപ്പെട്ടു പോയ തസ്ബീഹ് വീണ്ടെടുക്കാൻ പാടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടത് തൊട്ടടുത്ത സമയത്ത് വീണ്ടെടുക്കേണ്ടതാകുന്നു. ഇങ്ങനെ ഒരു റക്അത്തിൽ 75 തസ്ബീഹ്, 2 റക്അത്തിൽ 100. രാത്രി നിസ്കരിക്കാം, പകലും നിസ്കരിക്കാം,
പകല് നിസ്കരിക്കുമ്പോ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് അഫ്ളല്. രാത്രിയാണെങ്കിൽ ഈ 2 റക്അത്തിൽ സലാം വീട്ടി നിസ്കരിക്കലാണ് അഫ്ളല്. ഇനി രാത്രി 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് വിരോധം ഇല്ലതാനും. യാസീന് ഇശാ മഗ്രിബിന്റെ ഇടയിൽ തന്നെ നിർബന്ധമില്ല. മഗ്രിബ് മുതൽക്ക് സുബഹിന്റെ ഉള്ളിലായിട്ട് യൻസിലു റബ്ബുന തബാറക വതആല ഈ രാവ് എത്താ മത്ലഖിൽ ഫജ്രി എത്താ തുലൂഖിൽ ഫജ്രി എന്ന ഹദീസിലുണ്ട്. ഫജ്ർ സുബഹിയുടെ സമയമാകുന്നത് വരെ ഈ ഓഫർ ഉണ്ട് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് ഇശാ മഗ്രിബ് എന്നുള്ളതില്ല, മഗ്രിബിന്റെയും സുബഹിന്റെയും ഇടയിൽ എന്നാണ്. മഗ്രിബ് മുതൽക്കാണ് സമയം കിടക്കുന്നത് എന്നർത്ഥം. സുബഹി വരെ നീണ്ടു നിൽക്കുന്നതാണ്. പിന്നെ സാധാരണ ഇശാ മഗ്രിബ് എന്ന് പറയുന്നത് ഔറാദുകളൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള നിലക്കാണ്. അതേ സമയത്ത് ഈ രാവിന്റെ പ്രത്യേകത സുബഹി വരെ നീണ്ടു നിൽക്കുന്നതാണ്. അദ്ദേഹം ചോദിച്ചത് കേട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം അൽക്കോബാറിൽ നിന്നാണ് ചോദിക്കുന്നത്. അൽക്കോബാറിലുള്ള ആളുകൾക്ക് സുന്നത്ത് നോമ്പ് നാളെയാണോ എന്നാണ് ചോദിച്ചത്. അത് കേട്ടിട്ടില്ല, പലരും കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം കുറവായിരുന്നു, അതാണ് ചോദിച്ചത്. സൗദിയിൽ നാളെയാണെന്നാണ് അറിവ്. ഇനി മറ്റുള്ളവർ അറിയുള്ള സൗദിയുള്ളവർക്ക് വിശദീകരിക്കാം. സൗദിയിലുള്ളവർക്ക് നാളെയാണ് നോമ്പ്, വ്യാഴാഴ്ച. ഇന്ന് രാത്രി എത്താൻ കഴിച്ച് നാളെ പകല് നോമ്പ്. അതേസമയം നാട്ടിലാണ് വെള്ളിയാഴ്ച നോമ്പ് വരുന്നത്. വേറെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് യാസീൻ ഓതാമോ എന്നാണ്. അശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻസസ് പീരീഡ് ആണെങ്കിൽ അവർക്ക് ആ സമയത്ത് ഖുർആൻ ഓതൽ ഹറാമാണ്. അതടിസ്ഥാനത്തിൽ അവർ യാസീൻ ഓതാൻ പാടില്ല. മറ്റ് അദ്കാറുകളൊക്കെ ചൊല്ലാവുന്നതാണ്. അന്നുള്ള പ്രത്യേക അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ദിക്ർ ചൊല്ലാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലാവുന്നതാണ്. അതുപോലെ ഉള്ള അദ്കാറുകളൊക്കെ അന്ന് ചൊല്ലി അവർക്ക് രാത്രി ഹയാത്താക്കാം. ഖുർആൻ അല്ലാത്ത ഏത് ദിക്റുകളും അവർക്ക് ചൊല്ലാവുന്നതാണ്. അതേസമയത്ത് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് ഹൈദുള്ള സമയത്ത്, മെൻസസ് ഉള്ള സമയത്ത് ഹറാമായതുകൊണ്ട് യാസീൻ ഓതാൻ പാടില്ലാത്തതാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് എത്ര പ്രാവശ്യം, ചുരുങ്ങിയത് 101 പ്രാവശ്യം അല്ലെങ്കിൽ 1000 പ്രാവശ്യം അവർക്ക് ഓതാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അത് ഖുർആനിൽ പെട്ടതാണെങ്കിലും ദിക്ർ എന്നുള്ള നിലക്ക് ചൊല്ലുന്നതിന് വിരോധമില്ല. അതുപോലെ അല്ലാഹുമ്മ ഹബിലനാ ഖൽബൻ തഖിയൻ നഖിയൻ മിനശ് ശിർക്കി ബരിയൻ ലാ കാഫിറൻ വലാ ശഖിയ എന്ന് പ്രത്യേകമായിട്ട് അന്ന് ചൊല്ലേണ്ടുന്ന ദിക്ർ മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവര് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ചൊല്ലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞ് അവര് രേഖപ്പെടുത്തി വെച്ച ദുആകളുണ്ട്. ഇനി അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്ന ദുആ ചെല്ലാവുന്നതാണ്. പ്രത്യേകം ചോദിക്കേണ്ടത് ദോഷങ്ങളിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കുക, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുക, അതുപോലെ വിജയികളുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി ചോദിക്കുക. പരാജികളുടെ കൂട്ടത്തിലാണ് പെടുത്തിയതെങ്കിൽ അള്ളാഹുവെ അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തി അതിൽ നിന്ന് മായ്ച്ചു കളയണേ എന്ന് ദുആ ചെയ്യുക. അതൊക്കെ അറബി അറിയുന്നവർക്ക് അറബിയിൽ ദുആ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല അറബിയിലുള്ള ദിക്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ആശയം വരുന്ന മലയാളത്തിൽ ഒക്കെ അവർക്ക് പറയാവുന്നതാണ്. പ്രത്യേകമായിട്ട് സഹോദരൻ ചോദിച്ചിരിക്കുന്നത് ഫർള് നോമ്പ് ഖളാ ആയവർക്ക് നാളെ അത് നോൽക്കാൻ പറ്റുമോ? അവര് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. ഫർള് നോമ്പ് ഖളാ ആയവർ, പ്രത്യേകിച്ച് സ്ത്രീകള്, അവർക്ക് റമദാൻ നോമ്പ് ഖളാ ആയവരുണ്ടാവാം. അവരും അതുപോലെ തന്നെ പുരുഷന്മാരിൽ നിന്ന് എന്തെങ്കിലും കാരണത്താൽ ഫർള് നോമ്പ് ഖളാ ആയവരുണ്ടെങ്കിൽ നാളെ ഫർള് നോമ്പിന്റെ നിയ്യത്ത് വെക്കുകയും അവർക്ക് ഈ ശഅബാൻ 15 അന്നുള്ള നോമ്പിന്റെ പ്രതിഫലവും ഫർള് നോമ്പ് ഖളാ വീട്ടിയതിന്റെ പ്രതിഫലം രണ്ടും ഒന്നിച്ചു ലഭിക്കുന്നതാണ്. ഇത് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദേ, നാളത്തെ ബറാഅത്ത് സുന്നത്ത് നോമ്പും പിന്നെ അയ്യാമു ബീലും വ്യാഴാഴ്ച അത് ഒന്നിച്ച് എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? അസ്സലാമു അലൈക്കും. ശഅബാൻ 15 ബറാഅത്ത് നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. അതിൽ നിന്ന് തന്നെ വ്യാഴാഴ്ച എന്ന നിലക്കും
അയ്യാമുൽ ബീദാണ് എന്ന നിലക്ക് 3 ശ്രേഷ്ഠത ആ നിയ്യത്ത് കൊണ്ട് തന്നെ ലഭിക്കുന്നതാണ്. 3 പ്രത്യേകം പ്രത്യേകം കരുതേണ്ടതില്ല. ബറാഅത്ത് ദിനത്തിലെ ശഅബാൻ 15 ബറാഅത്ത് നോമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ തന്നെ 3 ലഭിക്കുന്നതാണ്. പിന്നെ ഒരു ചോദ്യം എഴുതി, തസ്ബീഹ് നിസ്കാരം ഇശാഇന്റെ ശേഷമാണോ നിസ്കരിക്കേണ്ടത് എന്ന് ഒരു ആൾ ചോദിക്കുന്നുണ്ട്. അത് പകലും നിസ്കരിക്കാം, മഗ്രിബിന്റെ ശേഷവും നിസ്കരിക്കാം, ഇശാഇന്റെ ശേഷവും നിസ്കരിക്കാം. അതേ സമയത്ത് കൂമു ലൈലഹ എന്ന് പറഞ്ഞ ശഅബാൻ 15 രാവ് എന്ന നിലക്ക് മഗ്രിബ് മുതൽക്ക് നിസ്കരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, പിന്നെ ഈ ഇത്രാത്തിന്റെ ഇരുത്തം ഇരിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്നും അതിൽ നിന്ന് വയറുന്ന സമയത്തും അല്ലാഹു അക്ബർ എന്നും രണ്ട് പ്രാവശ്യം തക്ബീർ ചൊല്ലണോ, അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒന്നും ചൊല്ലിയാൽ മതിയോ? സംശയം. സുജൂദിൽ നിന്ന് ഉയരുമ്പോഴാണ് തക്ബീർ ചൊല്ലേണ്ടത്. വഴിയിൽ വെച്ച് ഒരു ഇരുത്തം വരികയാണ്, ആ ഇരുത്തത്തിന്റെ അവിടെ വഖഫ് ചെയ്യാതെ നൃത്തം വരെ നീട്ടലാണ് അത് സുന്നത്ത്. അതേ സമയത്ത് സുജൂദിൽ നിന്ന് എണീറ്റ് ആ ഇരുത്തത്തിൽ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് അവസാനിപ്പിച്ചാൽ ഇനി ആ ഇരുത്തത്തിൽ നിന്ന് എണീക്കുമ്പോ തക്ബീർ ചൊല്ലേണ്ടതില്ല, തക്ബീറിന്റെ സമയം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ സുജൂദിൽ നിന്ന് എണീക്കുമ്പോൾ നൃത്തത്തിലെത്തുന്നത് വരെ ആ തക്ബീർ നീട്ടുക. അഥവാ നീട്ടാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഒരാൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരുന്നു കഴിഞ്ഞാൽ ഇനി എണീക്കുക എന്നല്ലാതെ രണ്ടാമത് തക്ബീർ ആവർത്തിക്കേണ്ടതില്ല, ആവർത്തിക്കൽ സുന്നത്തില്ല. മൂന്ന് യാസീൻ അസറിന്റെ ശേഷമല്ലേ ഓതേണ്ടത് എന്നൊരു സഹോദരൻ ചോദിച്ചിരിക്കുന്നു. അതിനാണ് ഞാൻ എന്റെ ആമുഖ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ചൊല്ലേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലി ആദിഹിൽ ലൈലത്തി ഫദിലൻ, ഈ രാവിന് വലിയ പ്രത്യേകതയുണ്ട്. രാവ് തുടങ്ങുന്നത് അസ്തമനം മുതൽക്കാണ്, മഗ്രിബിന്റെ ശേഷം മുതൽക്കാണ്. ആ അർത്ഥത്തില് അഫ്ളല് മഗ്രിബ് മുതൽക്കാണ് യാസീൻ ഓതേണ്ടത്. പിന്നെ പഴയ കാലത്ത് അസർ മുതൽക്കേ യാസീൻ ഓതുന്ന ഒരു പതിവുണ്ട്. അത് ചിലർക്ക് സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മഗ്രിബിന്റെ ശേഷം കഴിയാത്തത് കൊണ്ടോ ഒക്കെ ആയേക്കാം എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. മാത്രമല്ല, ഇനി അസറിന്റെ ശേഷം യാസീൻ ഓതിയാൽ തീരെ പുണ്യമില്ല എന്നില്ല, അതിന്റേതായ പുണ്യം അതിനുണ്ട്. ഒരു വീടിന്റെ മുറ്റം വീട്ടിൽ പെട്ടതാണ് എന്നുള്ള അർത്ഥത്തിന് മഗ്രിബിന്റെ തൊട്ടടുത്ത സമയം എന്നുള്ള ഒരു പരിഗണന അസറിന്റെ ശേഷമുള്ള സമയത്തുള്ളതുകൊണ്ട് ആ സമയത്ത് ഓതിയാലും ആ ഓതിയതിന്റെ പുണ്യം കിട്ടും. പക്ഷേ ശഅബാൻ 15 രാവിന്റെ യഥാർത്ഥ പുണ്യം തുടങ്ങുന്നത് മഗ്രിബ് മുതൽക്കായതുകൊണ്ട് മഗ്രിബിന്റെ ശേഷമാണ് ആ പ്രത്യേകമായ യാസീൻ ഓതുകയും പ്രത്യേകമായ കാര്യങ്ങൾ ചോദിച്ചാലുള്ള ഇജാബത്തും പ്രത്യേക ഉത്തരവും ദുആക്ക് ഉത്തരവും കിട്ടുന്നത് മഗ്രിബ് മുതൽക്കാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിലും ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു ഫതാവ റംലിയിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവ് രാത്രി എന്നാണ്. ആ അർത്ഥത്തിൽ മഗ്രിബ് മുതൽക്ക് സുബഹിയുടെ ഇടയിലുള്ള ആ സമയത്തിനാണ് ശഅബാൻ 15 രാവിന്റെ പുണ്യമുള്ളത് എന്നുള്ള നിലയിൽ മഗ്രിബിന്റെ ശേഷമാണ് ആ യാസീൻ ഓതാൻ നല്ലത്. അസറിന്റെ ശേഷം മഗ്രിബിന്റെ ശേഷം സുബഹിന്റെ ഇടയിലായിട്ട് സൗകര്യം കിട്ടാത്തവരോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നവരോ അത് നഷ്ടപ്പെടേണ്ട എന്ന നിലയ്ക്ക് അസർ മുതൽക്ക് തുടങ്ങുന്നതിന് വിരോധമില്ല. അത് പഴയകാല ആളുകളൊക്കെ ചെയ്തതിൽ നിന്ന് മനസ്സിലാവുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നേരത്തെ ചോദിച്ചത് ഇപ്പൊ തസ്ബീഹ് നിസ്കാരത്തിലാണെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത്? അവിടെ ഇസ്തിറാഹത്തിന് എടുത്തിരിക്കുകയാണെങ്കിൽ എങ്ങനെയാ ചോദിച്ചത്? ആ പറഞ്ഞ മസ്അല തസ്ബീഹ് നിസ്കാരത്തിനും മറ്റെല്ലാ നിസ്കാരങ്ങൾക്കും ബാധകമാണ്. അപ്പൊ സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരിക്കുന്നു, എന്നിട്ട് നേരത്തെ പറഞ്ഞ ദിക്റുകളും തസ്ബീഹും ചൊല്ലുന്നു, എന്നിട്ട് പിന്നെ എണീക്കുമ്പോ തക്ബീർ ചൊല്ലേണ്ടതില്ല. ഈ സഹോദരൻ ചോദിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഫർള നിസ്കാരം ഖളാ ഉള്ളവര്
സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് ദൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്വയിലും അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. പക്ഷെ പലരും ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഫർള് ഏതായാലും ഖളാ വീട്ടുകയുമില്ല, പിന്നെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുകയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മസല ദുരുപയോഗം ചെയ്യുന്നവരുണ്ട്. ഉദാഹരണത്തിന് റമദാനായി കഴിഞ്ഞാൽ സാധാരണ നിസ്കരിക്കാത്ത പലരും അന്ന് തറാവി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരും. അപ്പൊ ചില ആളുകൾ ഈ മസല എടുത്തുകൊണ്ട് നിനക്ക് തറാവി നിസ്കരിക്കൽ ഹറാമാണ്, നിനക്ക് ഫർള് കുറെ ഖളാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന തറാവീനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പതിവുണ്ട്. യഥാർത്ഥത്തില് ഇവിടെ രണ്ട് കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഫർള് നിസ്കാരം ഖളാ ആയവര് സുന്നത്ത് നിസ്കാരം എന്ന് മാത്രമല്ല സുന്നത്തായ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യല് ഹറാമ് തന്നെയാണ്. ഉദാഹരണത്തിന് ക്ഷണിച്ചാൽ സ്വീകരിക്കല്, സൽക്കാരത്തിന് ക്ഷണിച്ചാൽ സ്വീകരിക്കല് അവര് സുന്നത്താണ്. അതേസമയത്ത് ഫർളാ നിസ്കാരം ഖളാ ഉള്ളവര് ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഫർള് നിസ്കാരം ഖളാ വീട്ടാതെ ആ ക്ഷണം സ്വീകരിച്ച് സൽക്കാരത്തിന് പോലും ഹറാമാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരം മാത്രമല്ല സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഫർള് ഖളാ ഉള്ളവര് ഫർള് ഖളാ വീട്ടാൻ അവന്റെ സമയം നീക്കിവെക്കാതെ മറ്റുള്ളതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പാടില്ല എന്ന പരിധിയിൽ വിടുന്നതാണ്. അതേസമയം ഈ മസ്അല ദുരുപയോഗം ചെയ്തുകൊണ്ട് ഫർള് ഏതായാലും അവൻ ഖളാ വീട്ടുന്നില്ല, പിന്നെ റമദാൻ വന്നാൽ ഏതെങ്കിലും ഒരു തറാവി എന്നെങ്കിലും നിസ്കരിക്കുക എന്നുള്ള അഭിപ്രായത്തിൽ അവൻ നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഈ മസ്അല പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നത് ഒരർത്ഥത്തില് അവൻ ആ സുന്നത്തും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് കൂപ്പുകുത്തും. അപ്പൊ ആ സുന്നത്തിന്റെ ബർക്കത്ത് കൊണ്ടോ തറാവീന്റെ ബർക്കത്ത് കൊണ്ടോ ഈ ഫർളായ കാര്യം വീട്ടാൻ പിന്നീട് അവന് മനസ്സ് വരികയാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കുന്നവനെ തടയേണ്ടതില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ പറയാറുള്ളത്. എന്ന അർത്ഥത്തില് ഫർളാ നിസ്കാരം ഖളാ ഉള്ളവരോട് അവരെ വ്യക്തിപരമായി തന്നെ നീ ഫർള് ഖളാ വീട്ടുകയാണ് വേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും എന്നിട്ടും അവൻ ചെയ്യുന്നില്ല എങ്കിൽ അവൻ നിസ്കരിക്കുന്ന നിസ്കാരത്തെ തടയാൻ നമുക്ക് അർഹതയില്ലാത്തതുമാണ് എന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ ഈ മസ്അല നമുക്ക് മാറ്റിവെക്കാൻ നിർവാഹവുമില്ല. ഫർള് നിസ്കാരം ഖളാ ഉള്ളവര് ഫർള് ഖളാ വീട്ടുകയാണ് വേണ്ടത്. അതിനു പകരം ആ സമയം കൂടി ഉപയോഗപ്പെടുത്തി സുന്നത്തായ ക്ഷണം സ്വീകരിച്ച് വിവാഹത്തിനും സൽക്കാരത്തിനും പോകുന്നത് ഹറാമാണ് എന്നതുപോലെ സുന്നത്തായ നോമ്പ് നോൽക്കുന്നത് ആ സുന്നത്തായ നിസ്കാരം നിർവഹിക്കുന്നത് ഒക്കെ അവർക്ക് ഹറാമായി വരുന്നതാണ്. ആ സമയത്ത് അവർ ചെയ്യേണ്ടത് അവരുടെ ഫർള് ഖളാ വീട്ടലാണ്. ഈ അവസ്ഥയില് ഫർളായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ആളുകള്, അതും കൂടി ഞാൻ വിശദീകരിക്കുകയാണ്. ഫർളായ കാര്യം ഖളാ ഉള്ളവര് സുന്നത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ആ ഫർള് ഖളാ വീട്ടാൻ കഴിയുന്ന അവസ്ഥയിലാണ്. അതേസമയത്ത് ഫർളായ നോമ്പ് ഖളാ ഉള്ള അല്ലെങ്കിൽ ഫർളാ നിസ്കാരം ഖളാ ഉള്ള ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഇപ്പോ മെൻസസ് ആണ്, ഫർളായത് ഖളാ വീട്ടാൻ കഴിയില്ലല്ലോ. അതേസമയത്ത് ആ സമയത്ത് സുന്നത്തായ അദ്കാറുകളും സുന്നത്തായ വിറുദുകളും സുന്നത്തായ മറ്റു കാര്യങ്ങളെ കൊണ്ട് അവര് ബന്ധപ്പെടുന്നതിനും അത് ചെയ്യുന്നതിനും വിരോധമില്ല. ഫർള് ഖളാ വീട്ടാൻ കഴിയുന്ന അവസ്ഥയില് അത് വീട്ടാതെ മറ്റു സുന്നത്തായ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതാണ് തെറ്റ്. ആ അർത്ഥത്തിൽ ഫർള് ഖളാ ഉള്ള സഹോദരിമാര് ഇപ്പോ അവർക്ക് പിന്നെ ഫർളായിരിക്കുന്ന അല്ലെങ്കിൽ നിസ്കാരം ഖളാ വീട്ടാൻ വയ്യാത്ത അവസ്ഥയില് അവർ സുന്നത്തായ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിന് വിരോധമില്ല. അത് തിരിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ആദ്യമായിട്ട് പ്രത്യേകിച്ച് ഈ ബർക്കത്താപ്പെട്ട രാവിലെ എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഒരു സംശയമുള്ളത്, ജീവിതത്തിൽ ഖളായ നോമ്പ് ഏതെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഉറപ്പില്ല എങ്കിൽ നാളത്തെ നോമ്പിന് നിയത്ത് വെക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും എന്ന് ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഖളാ ആയ നോമ്പ് ഉണ്ട് എന്ന് ഉറപ്പുള്ളവര് ഖളാ വീട്ടണം. അതേസമയത്ത് ഖളാ ആയ നോമ്പ് ഉണ്ടോ ഇല്ലേ എന്ന് സംശയമാണ്. അങ്ങനെ ഖളാ ആകാൻ സാധ്യതയുണ്ട് എങ്കിൽ, സംശയമുള്ളിടത്തും അങ്ങനെ സാധ്യത ഉണ്ടാവുമല്ലോ, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടണം. ഇനി അതല്ല അങ്ങനെ സാധ്യത ഉണ്ടോ എന്നുള്ളതൊന്നുമില്ല, ഏതായാലും ഖളാ ഉണ്ടെങ്കിൽ കിടക്കട്ടെ എന്ന അർത്ഥത്തില് നിയത്ത് വെച്ചിട്ട് നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഖളാ ഉണ്ട് എന്ന് ഉറപ്പ് അല്ലെങ്കിൽ ഖളാ ഉണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ അത് നോറ്റുവീട്ടാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇപ്പൊ നമ്മൾ ഈ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞത് നമ്മള് നിസ്കാരത്തിനൊക്കെ ഉള്ളത് പോലെ പിന്നെ ഓരോ ടൈമുള്ളത് പോലെ ഇശായിന്റെ മുന്നേ തന്നെ ഓതി തീർക്കണമെന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് സംശയം. അതായത് നിസ്കാരത്തിനുണ്ടല്ലോ ഒന്നാമത്തെ ടൈം, രണ്ടാമത്തെ ടൈം ഇങ്ങനെയുള്ള, അതേപോലെ ഇശായിന്റെ മുന്നേ തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അഫ്ളലായ ടൈം എന്നുള്ള ഇതുണ്ടോ? സാധാരണ മുമ്പൊക്കെ ഇശായിന്റെ മുന്നേ തന്നെ ചെയ്ത് തീർക്കലായിരുന്നു, അങ്ങനെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. ഷഅബാൻ 15 രാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല എന്ന് മാത്രമല്ല, അർദ്ധരാത്രിയാകുമ്പോ അത് കൂടുതൽ പുണ്യം ലഭിക്കുന്നതാണ്. ആ അർത്ഥത്തില് അർദ്ധരാത്രി അതുപോലെ തന്നെ ഇശാന്റെ ശേഷം അങ്ങോട്ടൊക്കെ യാസീൻ ഓതുന്നതും ഖുർആൻ ഓതുന്നതും പ്രത്യേകമായി ദുആ ചെയ്യുന്നതിനും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പുണ്യം കൂടുതൽ അർദ്ധരാത്രിക്ക് ശേഷമാണ് വരുന്നത്. പിന്നെ ആ സമയം നഷ്ടപ്പെടേണ്ട എന്ന നിലക്ക് തന്നെ മഗ്രിബ് മുതൽക്ക് തുടങ്ങുന്നത് കൊണ്ട് ഇശാ മഗ്രിബിന്റെ ഇടയിൽ പൊതുവെ ഒരു പുണ്യമുള്ള സമയം എന്നുള്ള നിലക്കാണ് സാധാരണക്കാര് അവരുടേതായ ഔറാദുകളും ദിക്റുകളൊക്കെ വീട്ടാനും ചൊല്ലാനും ഒക്കെ ഉപയോഗിക്കുന്ന സമയം എന്ന നിലക്ക് സാധാരണയിൽ പറയുന്ന ഒരു സംസാരമാണ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ. ഷഅബാൻ 15 സംബന്ധിച്ചിടത്തോളം ഫജ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലാണ്. അത് അർദ്ധരാത്രിക്ക് ശേഷം കൂടുതൽ പുണ്യമുണ്ടാകുന്ന സമയവുമാണ്. ആ അർത്ഥത്തിൽ യാസീന് അർദ്ധരാത്രിക്ക് ശേഷം ഓതുന്നത് കൂടുതൽ പുണ്യം ലഭിക്കുന്നതാണ്. യാസീൻ ഓതുന്നതിന് പ്രത്യേക നിയ്യത്ത് വെക്കേണ്ടതില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഓരോ യാസീൻ ഓതുമ്പോഴും പിന്നെ എന്റെ ആയുസ്സിലും അതുപോലെ തന്നെ ഭക്ഷണങ്ങളിലും എന്റെ കുടുംബങ്ങളിലും എന്റെ കച്ചവടങ്ങളിലൊക്കെ ബറക്കത്തുണ്ടാവാൻ വേണ്ടി ഞാനൊരു യാസീൻ എന്ന നിലക്കൊരു യാസീൻ ഓതിയിട്ട് ആ കാര്യം ആ യാസീന്റെ ശേഷം ദുആ ചെയ്യുക. മറ്റു രണ്ടാമത്തെ കാര്യം ദോഷങ്ങൾ, എന്റെ ദോഷം, എന്റെ മാതാപിതാക്കളുടെ ദോഷം, ഭാര്യ മക്കളുടെ ദോഷം, അതുപോലെ മരണപ്പെട്ടുപോയവരുടെ ദോഷം, ഇതൊക്കെ പുറത്തുകൊണ്ട് എന്റെയും അവരുടെയും ഖബർ ലോകം വിശാലമായി കിട്ടണം എന്ന ഉദ്ദേശത്തിൽ മറ്റൊരു യാസീന്. പിന്നെ പ്രയാസങ്ങള്, രോഗങ്ങള്, ബുദ്ധിമുട്ടുകള്, കടങ്ങള്, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട അത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് മറ്റൊരു യാസീന്. ഈ അർത്ഥത്തിലാണ് നിയ്യത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ റസൂലുള്ള പറഞ്ഞ ഹദീസിൽ അലാ കഥാ വ കഥാ അലാ കഥാ വ കഥാ ഈ 3 കാര്യം പറഞ്ഞതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും കാര്യങ്ങൾ ഇന്നത് 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 എന്ന് പറഞ്ഞ് ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് യാസീൻ ഓതാവുന്നതാണ്. അപ്പൊ 3 യാസീനുള്ളത് 5 ആക്കാവുന്നതാണ്, 5 ഉള്ളത് 7 ആക്കാവുന്നതാണ്, 7 ഉള്ളത് 9 ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആവശ്യത്തിന്റെ തോതും നമ്മുടെ സമയത്തിന്റെ കണക്കും അനുസരിച്ച് എത്രയും യാസീന് ഒറ്റയാക്കുന്നതാണ് നല്ലത്. ആ അർത്ഥത്തിൽ ഓരോ ഉദ്ദേശത്തിനും ഓരോ യാസീൻ ഓതി ദുആ ചെയ്യുന്നതിനും വിരോധമില്ല. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, 3 മേഖലകൾ പറഞ്ഞുകൊണ്ട് ആ 3 ഓരോ യാസീന് എന്ന അർത്ഥത്തിലാണ് മഹാന്മാർ ചുരുങ്ങിയത് 3 യാസീൻ എന്ന് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഇപ്പൊ പറഞ്ഞതുപോലെ വഹാബികളൊക്കെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 3 യാസീനും അവിടെ മാത്രം അലാ കഥകളൊക്കെ തന്നെ അവിടെ മാത്രം ഒന്ന് വിശദീകരിച്ചാൽ വലിയൊരു ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. സാധാരണ ഇപ്പൊ ഈ വഹാബികളൊക്കെ ചോദിക്കാറുണ്ട് ഈ യാസീനെ കുറിച്ച് കൊണ്ട്. അപ്പൊ ഈ കഥാപക്കഥന്റെ അവിടെ ഒന്ന് വിശദീകരിച്ച് ഒന്നുകൂടി പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറയും. അസ്സലാമു അലൈക്കും. അത് ഹദീസിലുള്ള വാചകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇന്നല്ലാഹ തആല യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇ ദുനിയ ഫയഖൂലു അലാ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ല. വല്ലവരും എന്നോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഞാൻ അവന് പൊറുക്കലിനെ കൊടുക്കും. അതുപോലെ ഭക്ഷണത്തിലെ വിശാലത ചോദിച്ചു, ബർക്കത്ത് ചോദിച്ചാൽ അത് നൽകും. 3ാമത്തെ കാര്യം പറയുന്നത് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ചോദിച്ചാൽ അത് നൽകും. ഈ 3 കാര്യം വിശദീകരിച്ചു പറഞ്ഞിട്ട് പിന്നെ അലാ കഥ എന്ന് അള്ളാഹു ഇന്നത് വേണോ ഇന്നത് വേണോ ഇന്നത് വേണോ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് ആവശ്യമായത് എന്തൊക്കെ വേണോ അത് വേണോ 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 അത് അവൻ ചോദിച്ചാൽ ഞാൻ നൽകും എന്നാണ് കഥ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഓരോ മനുഷ്യനും അവന് അത്യാവശ്യമുള്ളത് ആവശ്യമുള്ളത് എന്താണോ അത് ചോദിച്ചാൽ ഞാൻ നൽകും. അങ്ങനെ ഹത്താ യത്ലുൽ ഫജ്റു സുബഹി സമയം ആകുന്നത് വരെ അല്ലാഹു തആല ജനങ്ങളെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇജാബത്ത് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രത്യേകം
ഒരു നിബന്ധനയും കൂടാതെ ഈ രാവിലെ പ്രത്യേകം ഉത്തരം കൊടുക്കും. അതിനാണ് യൻസിലു റബ്ബുനാ തബാറക വതആല. അല്ലാഹു തആല അവന്റെ രണ്ട് അവസ്ഥകളുണ്ട് അല്ലാഹുവിന്, അളമത്തിന്റെയും ജലാലിയത്തിന്റെയും ഗൗരവത്തിന്റെയും അവസ്ഥ. മറ്റൊന്ന് ഇക്റാമിന്റെ, സൃഷ്ടികൾക്ക് വാരിക്കോരി നൽകുന്ന, വളരെ ഇക്റാം ചെയ്യുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയാണ് അളമത്തിന്റെ അവസ്ഥയിൽ നിന്നും ഇക്റാമിന്റെ അവസ്ഥയിലേക്ക് അല്ലാഹു തആല ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ട് സാധാരണ ഉസ്താദുമാര് ശിഷ്യന്മാരോട് പറയുന്നത് പോലെ ഒരു ഗുരു ശിഷ്യന്മാരോട് ഞാൻ എന്റെ ഉസ്താദീയത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇറങ്ങി നിങ്ങളിൽ ഒരുവനെ പോലെയാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്തും ചോദിക്കാം എന്ന് പറയുന്നത് പോലെ ഒരു രാജാവ് പ്രജകളോട് ഞാൻ എന്റെ രാജാവ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇറങ്ങി നിങ്ങളിൽ ഒരുവനെ പോലെയാണ്, ഇപ്പൊ നിങ്ങൾക്ക് എന്തും ചോദിക്കാം എന്ന് പറഞ്ഞതുപോലെ ലൈലത്തു നിസ്ഫ് ഷഅബാനിന്റെ പകുതിയുടെ രാവിലെ അള്ളാഹു അവന്റെ അളമത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് എന്തും നിങ്ങൾ ചോദിച്ചോളൂ, അത് ഞാൻ നൽകും എന്ന് ഈ രാവിലെ പറയുമെന്നും, ആ പറയുന്ന കൂട്ടത്തിൽ എന്തും ചോദിച്ചോളൂ എന്ന് പറഞ്ഞതിൽ അള്ളാഹു തന്നെ 3 കാര്യം പറഞ്ഞു. ഒന്ന് പൊറുക്കലിനെ ചോദിക്കുക, മറ്റൊന്ന് ഭക്ഷണത്തിലും ആയുസ്സിലൊക്കെ വിശാലത ചോദിക്കുക, മറ്റൊന്ന് പ്രയാസങ്ങളിൽ രക്ഷ നേടാൻ ചോദിക്കുക എന്ന് അള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പിന്നെ പറഞ്ഞു അലാ കഥാ വക്കഥ, അലാ കഥാ വക്കഥ. അള്ള വേറെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നബി തങ്ങൾ വിശദീകരിച്ചിട്ടില്ല. ആ വിശദീകരിക്കാത്തതാണ് ഹദീസിൽ നിന്ന് ഇമാമുകൾ പറഞ്ഞത്. ഓരോ മനുഷ്യർക്കും അവനവന് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രത്യേകമായി ചോദിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ചിലോല് 3 യാസീന്, ആയുസ് നീളമാവാൻ 1 യാസീന്, ഭക്ഷണം വിശാലമാവാൻ മറ്റേ യാസീന്, ഖബർ നന്നാവാൻ വേറെ യാസീന്, ഇങ്ങനെ 3 യാസീന് ഇങ്ങനെ 3 കാര്യം പറയും. വേറെ ചിലോല് പറയുമ്പോ ചിലപ്പോ അതല്ലാത്ത 3 കാര്യം പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അതൊക്കെ ഹദീസിലുള്ളതാണ്. അപ്പൊ പ്രത്യേകമായ 3 കാര്യം പറഞ്ഞു എന്ന് മാത്രം. അതേ സമയത്ത് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ഈ ദുന്യാവിൽ ആവശ്യമുള്ളതും പാരത്രിക ലോകത്ത് ആവശ്യമുള്ളത്, ഖബർ ലോകത്ത് ആവശ്യമുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ഈ രാത്രിയുടെ മഹത്വം കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു നൽകും. അതാണ് കഥാ വ കഥാ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ കൂട്ടത്തില് ഇപ്പൊ നമ്മൾ ചെയ്യാറുള്ളത് ഇപ്പൊ 3 യാസീനും ഓതാറുണ്ട്, ഒരു ദുഖാൻ സൂറത്ത് ഓതാറുണ്ടല്ലോ. ഇതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൂടി പറഞ്ഞാൽ വലിയ ഉപകാരമായി. യാസീന് അത് ഖുർആനിൽ പെട്ടതാണ്, അതുപോലെ ദുഖാൻ സൂറത്തും ഖുർആനിൽ പെട്ടതാണ്. ഖുർആൻ മുഴുവനും ഓതാൻ കഴിയെങ്കിൽ അതാണ് നല്ലത്. പിന്നെ അത് മുഴുവനും ഓതാൻ സമയമില്ലെങ്കിൽ യാസീൻ ഖൽബുൽ ഖുർആനിന്റെ ഹൃദയഭാഗമാണല്ലോ യാസീന് എന്ന നിലക്ക് മറ്റെല്ലാ കാര്യങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീനെ പ്രത്യേകമാക്കിയതുകൊണ്ട് യാസീൻ. അതേ സമയത്ത് പിന്നെ സൂറത്ത് ദുഖാൻ അത് ഖുർആൻ എന്ന നിലക്ക് സുന്നത്താണ്. അതിനു പുറമെ സൂറത്ത് ദുഖാൻ എന്തുകൊണ്ട് പ്രത്യേകമാക്കി എന്നുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഹാമീം വൽ കിതാബിൽ മുബീൻ എന്ന് പറയുന്ന സൂറത്ത് ദുഖാനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്കായ ബറക്കത്താക്കപ്പെട്ട ഒരു രാവിലാണ് ഈ ഖുർആനിനെ നാം ഇറക്കിയത് എന്ന് പറയുമ്പോ ഈ ബറക്കത്താക്കപ്പെട്ട രാവ് ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് 2 കാര്യം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. അതിലൊന്ന് ഈ ബറക്കത്താക്കപ്പെട്ട രാവ് എന്ന് പറഞ്ഞാൽ റമദാനിലുള്ള ലൈലത്തുൽ ഖദറിന്റെ രാവാണ് എന്ന് ഒരഭിപ്രായം. എന്നിട്ട് രണ്ടാമത്തെ അഭിപ്രായം പറയുന്നു വക്കാല ഇക്രിമത്തു വ തായിഫത്തുൻ ആഖറൂന, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെയുള്ള താബീങ്ങളിൽപ്പെട്ട ധാരാളം ഖുർആൻ പണ്ഡിതന്മാർ, തഫ്സീർ പണ്ഡിതന്മാർ അവര് പറഞ്ഞു ഈ രാവ് കൊണ്ട് ലൈലത്തുൽ ഖദറും ഉദ്ദേശമുണ്ട്, മാത്രമല്ല ലൈലത്തുൽ ബറാഅ വയ്യ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, തഫ്സീർ റാസിയിൽ കാണാം. ശഅബാൻ 15ന്റെ രാവാകുന്ന ബറാത്ത് രാവും ഈ ലൈലത്തും മുബാറക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ 2 അർത്ഥവും ഈ ആയത്തിനുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ലൈലത്തുൽ ഖദറിന്റെ അന്നും മഹത്വമുണ്ട്, ഈ ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്ന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ 15ന്റെ രാവിനും പ്രത്യേകതയുണ്ട്. അപ്പൊ അക്കാര്യം സൂറത്ത് ദുഖാനിൽ പറഞ്ഞുകൊണ്ട് ഈ രാവിലെ സൂറത്ത് ദുഖാൻ കൂടി ഓതൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ ഈ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്ത് ദുഖാൻ ഓതുന്നത്. ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസിന് യാസീൻ വേറെ തന്നെ ഓതേണ്ടതുണ്ട്.
ഒരു സഹോദരിയുടെ ചോദ്യം, ചെറിയ കുട്ടികൾക്ക് യാസീനൊന്നും ഓതാൻ കഴിയാത്ത ചെറിയ കുട്ടികൾക്ക് അവരുടെ ദീർഘായുസിന് വേണ്ടിയും ബർക്കത്തിന് വേണ്ടിയൊക്കെ പ്രത്യേക യാസീൻ ഓതേണ്ടതുണ്ടോ? അങ്ങനെ സമയമുണ്ടെങ്കിൽ അതിനുവേണ്ടിയും അലാ കഥ കഥ എന്ന് പറഞ്ഞാൽ അതൊക്കെ പെട്ടല്ലോ മക്കൾക്ക് ദീർഘായുസ് ഉണ്ടാവാന്. അപ്പൊ അവർക്ക് വേണ്ടി രക്ഷിതാക്കള് പ്രത്യേകം യാസീൻ ഓതി ദുആ ചെയ്യൽ സുന്നത്താണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കും. പ്രത്യേകിച്ച് ലൈലത്തുൽ നിസ്ഫ് ശഅബാൻ ആകുമ്പോൾ പ്രത്യേകം സ്വീകരിക്കും. ആ നിലക്ക് ചെറിയ കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കള് പ്രത്യേകം യാസീൻ ഓതി ദുആ ചെയ്യുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മന്ത്രങ്ങളും ദിക്റുകളുമൊക്കെ പ്രായപൂർത്തിയായ തമ്മീസായ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരോട് ചെല്ലാൻ പറയുകയും പ്രായപൂർത്തിയാവാത്ത ചൊല്ലാൻ കഴിയാത്ത കുട്ടികൾക്ക് എഴുതിക്കൊണ്ട് അവരുടെ കൈമേലും തോളിലൊക്കെ കെട്ടിക്കൊടുത്തിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അപ്പൊ അതടിസ്ഥാനത്തിൽ കൽപ്പിക്കപ്പെട്ട ഇത്തരം ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ സ്വന്തം ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെയും, കഴിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി കഴിയുന്നവർ ചൊല്ലുന്നതും ചെയ്യുന്നതും നല്ലതാണ് എന്ന് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഈ ദുഹാൻ സൂറത്തിനെ പറ്റി പറഞ്ഞത്, ഇപ്പൊ നമ്മളിപ്പോ ഈ ഷാബാന്റെ 15ന്റെ അന്ന് നമ്മള് ഉഷാറായിട്ട് ദുഹാനൊക്കെ ഓതാറില്ല. അപ്പൊ അതേപോലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിന്റെ അന്ന് ഈ ദുഹാൻ സൂറത്തിനെ കുറിച്ച് കൊണ്ടൊന്നും പറയാറ് സംസാരിക്കാറില്ല. അപ്പൊ അത് ഇതിനെ മാത്രം ഇതിന്റെ പ്രത്യേകമാക്കി ഖുസൂസിയത്ത് എന്താന്ന് അറിയാൻ വേണ്ടിയാണ്. അതിന് ഉത്തരം ഞാൻ എന്റെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഹോദരൻ കേട്ടിട്ടില്ല എന്നാ തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസം വന്നാൽ അല്ലാഹുമ്മ ബാരിക് ഇദാ ദഖല റജബ് മാസം വന്നാൽ നബി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, ശഅബാൻ മാസത്തിലും റജബ് മാസത്തിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ. അതേ സമയത്ത് റമദാനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ബല്ലിഗ്നാ റമദാനിൽ ഞങ്ങളുടെ സാന്നിധ്യം നീ ഉണ്ടാക്കി തരണേ എന്നല്ലാതെ റമദാനിൽ ബർക്കത്ത് ചൊരിയണേ എന്ന് പ്രത്യേകം ദ്വാരിക്കാറില്ല. അതിന് കാരണം ബഹുമാനപ്പെട്ട ഇമാമുകൾ പറയുന്നു, ശഅബാനിലും റജബിലും ബർക്കത്ത് ചോദിക്കുക, റമദാൻ മാസത്തിൽ അങ്ങനെ ബർക്കത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, റമദാൻ തന്നെ ബർക്കത്തിന്റെ മാസമാണ് എന്നതുപോലെ ഈ ദുഹാൻ സൂറത്ത് ശഅബാനില് 15ന്റെ രാവിലെ പ്രത്യേകം ഓതൽ നല്ലതാണ് എന്ന് പറയുമ്പോൾ തന്നെ റമദാനിൽ അത് പ്രത്യേകം ഓതണം എന്ന് പറയേണ്ടതില്ല. കാരണം റമദാൻ അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് ഖുർആൻ മുഴുവനും പാരായണം ചെയ്യൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ള മാസമാണ് റമദാൻ എന്ന നിലക്ക് ആ റമദാനിലെ ലൈലത്തുൽ ഖദ്ർ അതിമഹത്തരമായ മാസമാണ് എന്നും അന്ന് പ്രത്യേകം ഖുർആൻ ഓതി ഹയാത്താക്കണമെന്നും പരസ്യമായി അറിയപ്പെട്ടതുകൊണ്ട് അന്ന് പ്രത്യേകമായിട്ട് ദുഹാൻ സൂറത്ത് ഓതണം എന്ന് പറയേണ്ടതില്ല എന്നതുകൊണ്ടാണ് അത് പരസ്യമായി പറയാത്തത്. അതേസമയത്ത് അന്ന് മുഴുവനും ഓതല് പ്രത്യേകം സുന്നത്തും പ്രത്യേകം അന്ന് ഹയാത്താക്കല് പരസ്യമായ കാര്യവുമായതുകൊണ്ട് അത് പ്രത്യേകം പറയാതിരിക്കുന്നു. അതേസമയത്ത് മറ്റു മാസങ്ങളുടേത് അത്ര ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ട് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ആമുഖം കേൾക്കാൻ ഞാൻ ആദ്യം ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. ക്ഷമിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞവരെ കൂടി എനിക്ക് സംശയം തീർന്നു. അല്ലാഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ ഉസ്താദന്മാർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഉസ്താദിനും എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും. മുനീർ അതുപോലെ ഹാഫിദ് ഇവർക്ക് മൈക്ക് ആവശ്യമുണ്ടോ? ഉസ്താദ് ഇനി സംശയങ്ങൾ ആർക്കും ഇല്ലെങ്കിൽ നിർത്താൻ. ഉസ്താദിനും ഉണ്ട് കുറെ ഇനി ബിസി. മൈക്കിന് ആവശ്യമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഇനി ഉസ്താദിന് മൈക്ക് കൊടുക്കാം. അൽഹംദുലില്ലാഹ്. ഇനി സമയം കുറെ വൈകി. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ കൃത്യം 3:30 മുതൽ 4:30 വരെ കർമ്മശാസ്ത്ര
പണ്ഡിതന്മാർ പറഞ്ഞ ഫിഖിന്റെ കിതാബുകൾ വെച്ചുകൊണ്ട് മസ്അലകൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിത്യജീവിതത്തിൽ വരുന്ന അറിവില്ലാതെ ഒരു അമല് ചെയ്താലും അല്ലാഹു സ്വീകരിക്കുകയില്ല. എല്ലാത്തിന്റെയും അടിസ്ഥാനം ഇൽമാണ്. നമ്മുടെ കർമ്മപരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തുടങ്ങും. ഈ ക്ലാസ് പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂർ ആമുഖമായി വിഷയം അവതരിപ്പിക്കും. എന്നിട്ടൊരു അരമണിക്കൂർ ചോദ്യോത്തരവും. ഇങ്ങനെയുള്ള ശൈലിയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൃത്യസമയത്ത് എത്തണം. അള്ളാഹു നമ്മുടെ ഒരുമിച്ചുകൂടെ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് ബന്ധപ്പെട്ട് മരണപ്പെട്ടുപോയവരുടെ കബറിടത്തിലേക്ക് നമ്മുടെ ഈ ഇൽമിന്റെ ചർച്ചയുടെ വെളിച്ചത്തെ അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എല്ലാവരെയും സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ രാത്രിയിലുള്ള പ്രാർത്ഥനയിൽ എല്ലാവരും സാധുവായ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമോ? എന്റെ ശബ്ദം കേൾക്കാമോ? അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷകരമായി റാഹത്തായി നല്ല ഒരു ആനുകാലിക വിഷയം നമ്മളിലേക്കൊക്കെ വന്നു ചേർന്നിട്ടുള്ള ബറാഅത്തിനെ കുറിച്ച് തന്നെ ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് അവറുകൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരികയുണ്ടായി. അതോടൊപ്പം തന്നെ സംശയാലുക്കളുടെ സംശയം തീരുന്നതുവരെ നല്ല നിലയിൽ ഒരു ഉത്തരം എന്നതിലുപരി പരസ്പരമുള്ള ധാരണ വെച്ചുകൊണ്ടുള്ള ഈ ചോദ്യം ഭക്തി ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും സൗദി സമയം 3:30 മുതൽ 4:30 വരെ 1 മണിക്കൂർ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ വിലപ്പെട്ട സമയമാണ് നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ ഉസ്താദ് അവർകൾ തയ്യാറായിട്ടുള്ളത്. ഉസ്താദ് അവർകൾക്ക് അർഹമുറാഹിമായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് നമുക്കൊക്കെ ദുആ ചെയ്യാം. അതോടൊപ്പം ഇന്നത്തെ രാത്രിയിൽ നാം ഒക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാത്രിയിൽ നിങ്ങളുടെയൊക്കെ ദുആകളിൽ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഉസ്താദുമാരെയും നേതാക്കളെയും അതോടൊപ്പം തന്നെ ഓൺലൈൻ രംഗത്ത് മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിനെ നെഞ്ചിലേറ്റിയിരിക്കുന്ന, മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ ക്ലാസ് റൂമിന്റെ ദാഴികളായി എപ്പോഴും ഈ ക്ലാസ് റൂമിനെ ധന്യമാക്കുന്നവരെ എല്ലാവരെയും പരസ്പരം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവരും പരസ്പരമുള്ള വിശ്വാസവും പരസ്പരമുള്ള പ്രാർത്ഥനയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യണം. നമുക്ക് അഹ്ലുസുന്നയുടെ ആഗോള ജാലകം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സന്ദർശിക്കുക. www.sunniOnlineClass.com